ഞാൻ പറയട്ടെ, മാരേജിന് അങ്ങനെ നീണ്ടു പോകണമെന്നില്ലല്ലോ. പ്രായമായാലും കല്യാണം കഴിക്കാമല്ലോ. അതിന് ഇപ്പൊ നമ്മളെപ്പോഴാണോ ഓക്കെ ആവുന്ന ആ ടൈമിൽ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത് അല്ലേ. നമ്മൾ ഓക്കെ ആവുന്ന, അല്ലാതെ ഇന്ന സമയത്ത് കല്യാണം കഴിക്കണമെന്നൊന്നുമില്ലല്ലേ. ഇനി കല്യാണം കഴിക്കണമെന്നുണ്ട്, അതിന്റെ കറക്റ്റ് ടൈമായി കല്യാണം കഴിക്കുന്നു. അല്ല, ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്ന കമന്റിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ഞാൻ പറയട്ടെ, എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ റോബിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ല ഞാൻ അവർക്ക് കൺസേൺ ആണ്, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. പക്ഷെ ഇതിപ്പോൾ കറക്റ്റ് ടൈമായില്ലേ, കറക്റ്റ് ടൈമിന് കല്യാണം കഴിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ എന്താണ് ഇനി അതിൽ വേറെന്താ? കല്യാണം കഴിഞ്ഞിട്ടുള്ള പ്ലാനുകളൊക്കെ എന്തെങ്കിലും? ഹണിമൂൺ പ്ലാൻസ് ഉണ്ട്. എന്താ പറയുക, വെറൈറ്റി ആയിട്ട് 2 വർഷത്തെ ഹണിമൂണാണ്, 27+ കൺട്രീസ്. എൻ്റെ ഒരു ഫ്രണ്ട് എന്താ പറയുക, ഒരു ഹോളിഡേ ലൈക്ക് അവരൊരു ഡെസ്റ്റിനേഷൻ ഹോളിഡേയ്സ് എന്നാണ് അവരുടെ പേര്. സോ പുള്ളിക്കാരി എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പം വെറൈറ്റി ആയിട്ട് നമുക്കൊരു 2 ഇയേഴ്സിൻ്റെ പ്ലാനാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. കേരളത്തിൽ ആദ്യത്തെ ആയിരിക്കും, യുണീക്കായിട്ട് വേണമെന്ന്. പക്ഷേ ഞാനങ്ങനെ അധികം സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്ത ആളല്ല. സോ അപ്പോൾ കല്യാണത്തിന് ശേഷം ഒരുപാട് രാജ്യങ്ങളിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. സോ അപ്പോൾ അങ്ങനെ ഒരു 27+ കൺട്രീസ് 2 വർഷത്തെ പ്ലാനാണ് വെച്ചിരിക്കുന്നത്. വേറെ ഒന്നും ചെയ്യില്ല, ഈ പരിപാടി മാത്രം? അല്ലല്ല, ഇടയ്ക്കിടയ്ക്ക് പോകും. ഓരോ മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴത്തേക്ക് ഇങ്ങനെ പോകാനുള്ള പ്ലാൻസ് ആണ്. നോർത്തേൺ ലൈറ്റ് ഉണ്ട്, പക്ഷെ അത് ആ സമയത്തുണ്ടോന്ന് അറിയത്തില്ല. നമുക്ക് ഓരോ അതിനുള്ള ടൈംസ് ഉണ്ടല്ലോ. ആദ്യം പോകണ ചിലപ്പോൾ അസർബൈജാൻ ആയിരിക്കും, കാരണം മഞ്ഞത്ത് പോകണം. അല്ലെങ്കിൽ ഞാൻ മഞ്ഞൊന്നും കണ്ടിട്ടില്ല, മഞ്ഞത്ത് കളിക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. അല്ല, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല. അസർബൈജാനൊക്കെ ഇപ്പോൾ എല്ലാ മിക്കുള്ള മലയാളികളും പോകുന്ന സ്ഥലമല്ലേ, ലൂസിഫർ മാത്രമല്ലല്ലോ. പിന്നെ ബഡ്ജറ്റ് എത്ര ഇട്ടിട്ടുണ്ട് 2 വർഷത്തെ? അല്ല, ബഡ്ജറ്റ് ഇല്ല, എനിക്ക് ഫ്രീ ആയിട്ടാണ്, ഫ്രീ ആയിട്ട് പോയിട്ട് സഹിച്ച് അങ്ങനെ കുറച്ച്. ലാലേട്ടൻ്റെ അനുഗ്രഹം ഒബ്വിയസ്ലി കല്യാണത്തിന് വരാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ ക്ഷണിക്കുന്നുണ്ട്, എല്ലാവരും ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ അനുഗ്രഹം എന്തായാലും വാങ്ങും. വരുന്നെങ്കിൽ വരട്ടെ, പുള്ളിക്കാരന് തിരക്കുള്ള ആളല്ലേ. പ്രതീക്ഷിക്കുന്നു, പക്ഷെ നോക്കാം, നമുക്ക് ആ സമയത്ത് എങ്ങനെയാണ് നോക്കിയിട്ട് ചെയ്യാനുണ്ട്. നേരിട്ട് പോയി ഇൻവൈറ്റ് ചെയ്യാം. അല്ല, ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, ഇനി പോകുന്നേ ഉള്ളൂ. ഈ 2 വർഷത്തെ ട്രിപ്പിൽ ക്രൂയിസ് ട്രിപ്പ് എല്ലാം പ്ലാൻ ചെയ്യണ്ട? അങ്ങനെ പ്ലാൻ ഇല്ലായിരുന്നു, പക്ഷേ ഇത് കൊള്ളാം. ഇതൊരു ഇപ്പോഴാണ് ഒരു ഐഡിയ, അതുകൊണ്ടൊന്ന് പറഞ്ഞു നോക്കാം. ക്രൂസ് ഷിപ്പിൻ്റെ കാര്യം അതുകൊണ്ടൊന്ന് പറഞ്ഞു നോക്കാം. എന്നാലും ഇങ്ങനെ ഐഡിയാസ് നിങ്ങളിൽ നിന്നും കിട്ടുമല്ലേ. പിന്നെ ബിരിയാണി അടിപൊളിയാവട്ടെ. അതെ, എന്തായാലും റോസ് ബ്രാൻഡ്, നമ്മുടെ DQ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള റോസ് ബ്രാൻഡാണ്. സോ അതിൻ്റെ ഈ ഒരു ഫങ്ഷണൽ ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റിയതിലും ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പറ്റിയതിലും എല്ലാം ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാം ബിരിയാണി കഴിച്ചിട്ട് പോകട്ടാ, ആവശ്യത്തിന് ബിരിയാണി ഉണ്ട്, എല്ലാവരും കഴിച്ചിട്ട് പോകും. ബിരിയാണി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്? ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ബിരിയാണി. ഏത് കേരളത്തിൽ എവിടുത്തെ ബിരിയാണിയാണ്? എനിക്ക് ആക്ച്വലി തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. പിന്നെ എല്ലാം ബിരിയാണി ആയാൽ മതി, കുറച്ച് സ്പൈസി ഒക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടം. മലബാർ ഇഷ്ടമാണ്. ഓക്കെ, താങ്ക് യു. ഞാൻ കണ്ടു. പിന്നെ അടിപൊളി, എന്താ പറയുക, ഹോളിവുഡ് ലെവൽ. നല്ല പ്രതീക്ഷയുണ്ട്, എന്താ പറയുക, അടിപൊളി മൂവി ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം മാർച്ച് 27 അല്ലേ റിലീസ്. വെയിറ്റിംഗ് ആണ്, നിങ്ങളെല്ലാവരും വെയിറ്റിംഗ് അല്ലേ? അടിപൊളിയായിരിക്കും, എന്തായാലും ക്വാളിറ്റി വർക്കായിരിക്കും. പിന്നെ ഓൾറെഡി നമ്മൾ എന്താ പറയുക, ലൂസിഫർ കണ്ടതാണല്ലോ. സോ അതുകൊണ്ട് എക്സ്പെക്ടേഷൻ ലെവൽ ഭയങ്കര ഹൈ ആണ്. പുള്ളിക്കാരൻ ഒരു ചെറിയ പടമെന്നാണ് പറയുന്നത്. അപ്പം അതിൽ തന്നെ ഒരു സിഗ്നൽ തന്നിട്ടുണ്ട് വലിയ പടമായിരിക്കും എന്നുള്ളത്. പിന്നെന്താ പറയുക, കഴിച്ചോ? ബിരിയാണി എല്ലാവരും കഴിച്ചിട്ട് പോകണം. എല്ലാവർക്കും ബിരിയാണി ഉണ്ട് അല്ലേ? എല്ലാവർക്കും അത് കൊടുക്കും. ഇത്രയും ബിരിയാണി ഉണ്ടാക്കുന്നില്ല, അവർക്ക് കൂടെ കൊടുക്കുക. കഴിക്കട്ടെ, എല്ലാവരും കഴിക്കണം. കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി. വിഷ്വൽസ് കണ്ടപ്പോൾ എന്ത് തോന്നി? എന്താ എമ്പുരാന്റെ വിഷ്വൽസ് കണ്ടപ്പോൾ? നല്ല ക്വാളിറ്റി വർക്കാണ്. ഞാൻ എന്ത് പറയാനാ, ഞാൻ സിനിമാക്കാരനല്ലല്ലോ. പക്ഷേ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എക്സ്പെക്ടേഷനുണ്ട്. പിന്നെ എല്ലാവരും നല്ല പോസിറ്റീവ് റിവ്യൂ ആണ് പറയുന്നത്. സോ അടിപൊളിയായിരിക്കും. പിന്നെ കല്യാണം വിളി നടന്നുകൊണ്ടിരിക്കുകയാണ്, നെക്സ്റ്റ് മന്ത് ആണ്. പിന്നെ എന്താ പറയുക, നടക്കുന്നത് ഡ്രസ്സൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വെറൈറ്റി മോഡൽ കല്യാണമാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും? വെറൈറ്റി മോഡൽ സിമ്പിൾ കല്യാണമാണ്. ചെറിയ കുറച്ച് ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഫാമിലിയും പിന്നെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാവരും ഉള്ളൊരു ചെറിയ ഫങ്ഷൻ. യൂണീക്കായിട്ട് എന്തോ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അയ്യോ, അങ്ങനെയൊന്നും ഇതാരാ പറയും? ആരാ ഇതൊക്കെ പറയുന്നത്? അവരെന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നെ ക്യാപ്ഷൻ ഇട്ടിട്ട് എന്നെ ചീത്ത വിളിപ്പിക്കും. ഓക്കെ, സോ ചെറിയ പടം പറഞ്ഞ പോലെ ചെറിയ കല്യാണമാണ്. വലിയ കല്യാണമൊന്നുമില്ല, ചെറിയ കല്യാണം. പിന്നെ എന്താ പറയുക, കല്യാണം ഒരു പ്രാവശ്യമല്ലേ ലൈഫിലുണ്ടാവും. സോ അത് ഒരു കുറച്ച് വർഷം കഴിഞ്ഞെടുത്ത് നോക്കിയാലും നമുക്കൊരു മെമ്മറബിൾ ആയിരിക്കണം. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. കേരളം കാത്തിരിക്കുന്ന ഒരു കല്യാണത്തിൽ ഒരു കല്യാണമാണ്. അങ്ങനെയൊന്നുമില്ല, ഡെയിലി ഒരുപാട് പേര് കല്യാണം കഴിക്കുന്നു. അതേപോലെ ഞങ്ങളുടെ കല്യാണം കഴിയും, അത്രേ ഉള്ളൂ. എന്താ പറയുക, നമ്മൾ സ്നേഹിക്കുന്നവർ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു, അത്ര തന്നെ. ഇത്ര നീണ്ടുപോകാനുള്ള കാര്യം എന്താ?